നാരായണേട്ടാ, ഒരിക്കലും വിൽക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ ആ പോലീസ് സ്റ്റേഷൻ ഇരുന്ന സ്ഥലം ഞാൻ വിട്ടുകളഞ്ഞതാ. പുറമ്പോക്ക് വരെ ഞാൻ വിറ്റിരിക്കുന്നു, പിന്നാണ് ഒരു പോലീസ് സ്റ്റേഷൻ. ഈ വിലക്ക് ആ സ്ഥലം പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങളൊരു ഒന്നൊന്നര സംഭവം കേട്ടോ. പിന്നെ പോലീസ് സ്റ്റേഷൻ മാറിപ്പോയ എന്റെ കഞ്ഞൂടി മുട്ടുമെന്ന് അറിയാലോ. അതുകൊണ്ട് രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഇന്ന് തന്നെ എനിക്ക് കിട്ടാനുള്ള പൈസ കിട്ടണം. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ? എത്ര തന്നാലും ഈ കച്ചവടത്തിൽ എനിക്കൊരു നഷ്ടവും ഇല്ല. അതാണ് നാരായണൻ. ഈ കച്ചവടമെങ്കിലും പൊളിയല്ലേ? പിന്നെ എല്ലാം ഞാൻ റഷീദിനോട് പറഞ്ഞുറപ്പിച്ചു വെച്ചു. എല്ലാം പടച്ചോന്റെ കൃപ. സാറേ, ഇതാ റഷീദ്. നമ്മുടെ പാർട്ടിയുടെ കർഷക കോൺഗ്രസിന്റെ കമ്മിറ്റിയിലൊക്കെ ഉള്ള ആളാ. നമ്മുടെ പാർട്ടിയിലോ? നമ്മള് കുറച്ചു പേരല്ലാതെ മറ്റാരും പാർട്ടിയിലില്ലല്ലോ. അയ്യോ, ഇയാൾ പാർട്ടിയിലുണ്ടെന്ന്. എന്റെ സാറേ, സമയം അങ്ങ് പോകുന്നു. അതിന് മുമ്പ് രജിസ്ട്രേഷൻ നടത്താം. വല്ല പോലീസുകാരെ കാണാൻ കണ്ട എല്ലാവരും അകത്താകും. അത് കൊള്ളാലോ. പാർട്ടിയിൽ പുതിയ അണികളൊക്കെ വരുന്നുണ്ടല്ലോ. അണിയല്ല, കെണി. ഇങ്ങോട്ട് വാ സാറേ. ഇവരൊന്നും വേറെ പടിയില്ലേ? അടിച്ചു നോക്കിയിട്ട് കുറെ നാളായെന്ന് തോന്നുന്നു. ഇവിടെ രാത്രി കള്ളന്മാരൊന്നും ഇല്ലായിരിക്കും. കൊച്ചി മെട്രോ റെയിൽ ചെയർമാൻ ഭൂഖന്തമ്പരൻ സാറിന്റെ വീട് പറഞ്ഞപ്പോഴേ ഭയങ്കര സന്തോഷം തോന്നി എനിക്ക്. ദുബായ് ബാംഗ്ലൂർ മെട്രോയുടെ ഉപദേഷ്ടാവും മുകുന്ദ സാർ തന്നെയായിരുന്നു. ഓ, കൊച്ചിക്കാരായ ഞങ്ങളൊക്കെ സ്വപ്നമാണ് മെട്രോ റെയിൽ. എന്താ ഇവിടെ ഇത്ര പോലീസ് പ്രൊട്ടക്ഷൻ കാരണം? മാവോയിസ്റ്റുകാർ സാറിനെയും കുടുംബത്തെയും കിഡ്നാപ്പ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നൊരു ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്നാണ് നമ്മുടെ പോലീസ് സ്റ്റേഷനെ ഈ ചുമതല ഏൽപ്പിച്ചത്. ആദ്യം ഒരു വനിതാ പോലീസ് സ്റ്റേഷനെ ഏൽപ്പിക്കാൻ പാടില്ലെന്നായിരുന്നു ഗവൺമെന്റിന്റെ നിലപാട്. പിന്നെ നമ്മുടെ SI മാഡം ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടാ ഇത് ഏറ്റെടുത്തത്. ഏത് നിമിഷവും ഒരാക്രമണം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനും ടിൻഡോയും 10 ദിവസമായിട്ട് ഇപ്പൊ അവിടെ താമസം. ഒരു സാധനം ഉണ്ടോ? ആ തണുപ്പടിക്കണോർത്ത് കൊണ്ടു കിട്ടിയേക്കോ. എല്ലാം പെറുക്കി വെക്കാനും എടുക്കാനും ഞാൻ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ ഇത് രാമകൃഷ്ണന്റെ കൂടി ഉത്തരവാദിത്വമാണ്. സുരക്ഷയിൽ ഒരു പിഴവും വരാൻ പാടില്ല. ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പുവരാം, ഡ്യൂട്ടിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. ഇപ്പോഴത്തെ റബ്ബറിന്റെ വിലയ്ക്ക് ഒന്നും ആയിട്ടില്ല. നല്ലിരിക്കട്ടെ. ഒരു മിനിറ്റ്. എന്താ രാമകൃഷ്ണ? ആ ബൈക്കിന്റെ ഒറ്റയ്ക്കുള്ള ഇരിപ്പിൽ ഒരു പന്തികേടില്ലേ? ശരിയാണല്ലോ. ഞാനൊന്ന് നോക്കട്ടെ. അസമയത്തൊരു ബൈക്ക് ഒറ്റയ്ക്കിരിക്കുന്നു, അത് മെടവഴിയിൽ. പ്രശ്നമാണല്ലോ. ഈ പാതിരാത്രിക്ക് ഇവിടെ വെച്ചിട്ട് ഇത് എവിടെ പോയതായിരിക്കും? ദൂരെങ്ങും പോയിട്ടുണ്ടാവില്ല. സൈലൻസർ തണുത്തിട്ടുണ്ട്. അതായത് പ്രതി ഇവിടെ എത്തിയിട്ട് ഏകദേശം ഒരു 13 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. KL 0773 ഇവരൊന്നും പോകൂല. നോക്കാം. വരട്ടെ. സാറേ, ആരാടാ നീ? എന്താണ് രാത്രിയിൽ? അല്ല സാറേ, ഈ വണ്ടിയുടെ പെട്രോൾ തീർന്നു പോയി. അപ്പൊ ഈ പെട്രോൾ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഇറങ്ങിയ സാറേ. രാത്രി 12:30 വണ്ടിയുടെ പെട്രോൾ തീർന്നോ? സത്യം പറയടാ, നീ മാവോയിസ്റ്റ് അല്ലേ? അങ്ങനൊന്നുമില്ല സാറേ. എങ്ങനെയൊന്നുമില്ലെന്ന്? ഞാൻ കുട്ടിക്കാലത്ത് പെണ്ണുമ്പോൾ വീട്ടിൽ പോയത്. അപ്പം വണ്ടിയുടെ പെട്രോൾ തീർന്നു പോയി. നീ കുട്ടിക്കാലത്ത് പെണ്ണുമ്പിളുടെ വീട്ടിൽ പോയി? കുട്ടിക്കാലത്തല്ല സാറേ, കുട്ടിക്കാലത്ത് പെണ്ണുമ്പോൾ വീട്ടിൽ പോയപ്പോ പെട്രോൾ തീർന്നു. അപ്പൊ ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ കേട്ട് വന്നു. ഇങ്ങനെ വണ്ടിക്ക് ബുക്കും പേപ്പർ കണ്ടോടാ? ഉണ്ടാവും സാറേ. എടുത്തുണ്ടോ? ഇതൊന്നും വിളിച്ചത് അല്ല, വേണ്ട. ഇപ്പൊ പണി വാങ്ങിച്ചാൽ ഉണ്ടായാൽ മതി. അത് സാറേ, ഭാഗ്യം. അതെ, ഇവനെ പൊക്കെ സ്റ്റേഷനിൽ കൊണ്ടുപോകുന്ന നല്ലത്. തന്നെ സത്യം പറഞ്ഞോളൂ. ഓക്കെ അല്ലേ സാറേ? ബുക്കും പേപ്പറൊക്കെ കറക്റ്റാ. കണ്ടിട്ടൊരു പാവം തോന്നുന്നു. വീട്ടേക്കല്ലേ? വെറും പാവാ സാറേ. ഒരു കാര്യം ചെയ്, വന്ന് വണ്ടി കയറി. ഹൈവേയില് പെട്രോൾ കിട്ടും.
ഞങ്ങളുടെ സ്റ്റേഷൻ അതിർത്തിയിൽ ആരും ബുദ്ധിമുട്ടാൻ പാടില്ല. മനസ്സിലായി? മനസ്സിലായി. വാ വന്ന് വണ്ടി എന്നാ പോ സാറേ. വാ. ഞാൻ പറയില്ലെന്നുള്ളത്. സാറേ മേളത്ത് ചുമതലയ്ക്ക് വർക്കില്ല സാറേ. മിണ്ടാതിരിക്കണം. അതെ വേണ്ട. താൻ എവിടത്തെ പോലീസുകാരനാടോ? റബ്ബർ മോഷ്ടിക്കാൻ വന്ന കള്ളനെ ജീപ്പിൽ കയറ്റി പെട്രോൾ വാങ്ങിക്കൊടുത്ത് വിട്ടിരിക്കുന്നു. പെണ്ണുങ്ങൾ മാത്രം ഉണ്ടായിരുന്നപ്പോ ഇവിടെ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോ. വന്ന ദിവസം തന്നെ ഇങ്ങനെയാണെങ്കിൽ ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും? തന്നെ കുറിച്ച് ഇനി ഒരു കംപ്ലൈന്റ് കൂടി കേട്ടോന്ന് ഞാൻ അറിഞ്ഞ അന്ന് തന്റെ സസ്പെൻഷനാ. മനസ്സിലായോടോ? എല്ലാരും കേൾക്കാൻ വേണ്ടി പറയുക. ഒരു പോലീസ് ഓഫീസറിന്റെ റെസ്പോൺസിബിലിറ്റി എല്ലാരും മനസ്സിലാക്കണം. ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ച ഈ നാട് നന്നാക്കാൻ പറ്റില്ല. ഇതുപോലൊരു മണ്ടനെയാണല്ലോ ഇവിടെ ഡ്രൈവറായിട്ട് കിട്ടിയത്. എന്തായിരുന്നു ഇതൊക്കെ? ഈ പോലീസ് പ്രൊട്ടക്ഷന്റെ ആവശ്യം വല്ലതുണ്ടോ? സാറിന്റെയും കുടുംബത്തിന്റെ പ്രൊട്ടക്ഷൻ ഇപ്പൊ എന്റെയും ഈ പോലീസുകാരുടെയും ഡ്യൂട്ടിയാ സാർ. എന്ത് ഡ്യൂട്ടിയുടെ കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നത്? പേരും പ്രശസ്തിയൊക്കെ ആവശ്യം പോലെയായി. സ്വന്തം മകളെ കോളേജ് വിടാൻ പോലും പോലീസ് സമ്മതിക്കില്ല എന്ന് വെച്ചാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോറി സർ. ഞാൻ നിങ്ങളെ കുറ്റം പറയുന്നതല്ല. നാളെ CM-നെ കണ്ട് എനിക്ക് കാര്യം സംസാരിക്കുന്നുണ്ട്. എനിവേ താങ്ക് യു. ഓക്കെ. ഹായ്. ഹായ് ഡാഡി. ഹൗ ആർ യു? ആർ യു ഫൈൻ? ഫൈൻ. ഹൗ ആർ യു? ഓക്കേ. പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? പിന്നെ കോളേജിൽ പോകുന്നില്ല എന്ന് കരുതി പഠിത്തം ഉഴപ്പരുത്. ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. എന്നാലും കോളേജിൽ പോയി പഠിക്കുമ്പോൾ ആവില്ലല്ലോ ഡാഡി. ഞാൻ ബാംഗ്ലൂർ പൊക്കോട്ടെ. ഈ പോലീസ് പറയുന്ന സെക്യൂരിറ്റി പ്രോബ്ലം എത്ര ദിവസം വരണമെന്ന് എനിക്ക് അറിയില്ല മോളെ. എന്തായാലും ഞാനും നോക്കട്ടെ. ജീവന് ഭീഷണിയുണ്ടെന്ന് പറയുമ്പോ ഒറ്റയ്ക്ക് ബാംഗ്ലൂർക്ക് പോയാൽ എങ്ങനെയാ? ഓ എന്റെ ഡാഡി, ഈ വീട്ടുതടങ്കൽ പോലെ ബോറടിച്ചിട്ട് എനിക്ക് വയ്യ. എത്ര നാളായി ഇങ്ങനെ? ബാംഗ്ലൂർ മെട്രോ, ദുബായ് മെട്രോ എന്നൊക്കെ പറഞ്ഞ് പ്രവാസിയായി കഴിഞ്ഞ് കൊച്ചി മെട്രോ തുടങ്ങിയപ്പോ ഇനി കേരളത്തിൽ വന്ന് സുഖമായിട്ട് ജീവിക്കാമെന്ന് കരുതിയതാ. പക്ഷേ എന്റെ കുടുംബത്തിന്റെയും ജീവൻ ആർക്കാണ് വേണ്ടതെന്ന് അറിയില്ല മോളെ. മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. താനേ ഈ ലിസ്റ്റിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തേ. സാധാരണ വനിതാ പോലീസുകാരാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങാൻ വരാറ്. താൻ വനിതാ പോലീസുകാർക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ? അല്ല, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ഈ പറഞ്ഞ സൈസിലുള്ളത് എല്ലാം ഇവിടെ ഇല്ല കേട്ടോ. കാര്യം ചെയ്യും, 3 ഇച്ചിരി വലുത് മതിയോ സാറിന് ചോദിക്കും. ശരി. അതെ, 2 38 സൈസ് എടുക്കാം. ബാക്കിയൊക്കെ ഒരേ സൈസ് മതി. അത് നിനക്കങ്ങനെ അറിയാം? അന്നാ പെറ്റി കേസിൽ പോലീസ് പിടിച്ചില്ലേ, അപ്പൊ. കഷ്ടം. പോലീസുകാരുടെ സ്കൂട്ടർ എടുത്തുണ്ടോ? ഇല്ലല്ലോ സ്വന്തം വണ്ടി കട്ടോണ്ട് പോയി. വനിതാ പോലീസ് സ്റ്റേഷൻ വിൽപ്പനയ്ക്ക്. അങ്ങനെ തന്നെ വായിക്കണം. അയ്യോ വിൽക്കണ്ട സാറേ, നമുക്ക് ഇവിടെ റിസോർട്ട് പണിയാം. എന്നാ പിന്നെ ഒരു 5 സ്റ്റാർ ഹോട്ടൽ പണിയാം. മുൻവശത്ത് വലിയൊരു സ്വിമ്മിംഗ് പൂൾ. അപ്പൊ സാറിന് അംഗം കാണാൻ താലി ഓടിക്കാം. എന്നാ സ്വിമ്മിംഗ് പൂൾ പുറകുവശത്ത് ആയിക്കോട്ടെ. വായി നോക്കി അവിടെ നിന്നോണം. ഇങ്ങോട്ട് വരാനുള്ളതിന്. ഏറ്റുരുപ്പടിയല്ല, അത് കോൺക്രീറ്റ് ആടാ സാറേ. ഇനി ഈ ഫർണിച്ചർ എല്ലാം എന്റെ ഓഫീസിൽ കൊണ്ടിടാം. അവിടെ എന്റെ ഒരുപാട് കക്ഷികൾ വരുമ്പോ അവരെ ഇരുത്താലോ. കക്ഷികളാ നിനക്ക്? അങ്ങോട്ടിരി. ഇരി. ആ കാലം അങ്ങോട്ട് കയറ്റി വെക്ക. എക്സമല്ലേ ലോക തോൽവിയായിട്ട് മാറിയേക്കോ. വരുന്നുണ്ട്. എന്താടോ ഇവിടെ? ഈ വീട് ഞാൻ വിലക്ക് വാങ്ങി. ഒന്നുകിൽ ഞാനിത് മറച്ചു വെക്കും, അല്ലെങ്കിൽ ഞാനും എന്റെ മകനും ഇവിടെ താമസിക്കും. തീരുമാനിച്ചിട്ട്
തനിക്ക് മോനും താമസിക്കാനായിരുന്നെങ്കിലേ ഈ വീട് താൻ വാങ്ങേണ്ട ആവശ്യമില്ലായിരുന്നു. കാണിച്ചു കൊടുക്കണോ വക്കീലെ? 10 ദിവസത്തിനുള്ളിൽ ഇവിടുന്ന് മാറിയില്ലെങ്കിലേ കേസും കോടതിയൊക്കെ ആയിട്ട് അങ്ങ് കേറി ഇറങ്ങേണ്ടി വരും. വായിച്ചു നോക്ക. എന്താ പേര്? നിനക്കെന്റെ പുതിയ അടവുമായിട്ട് ഇറങ്ങിയിരിക്കുവോ അല്ലേ? പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ഒരു കേസ് ഉണ്ടാക്കി ഇവരെ പിടിച്ച് അകത്തിടും. താൻ പോടോ. ഇയാളെ ജാമ്യത്തിലെടുക്കാൻ ആരെങ്കിലും വേണമല്ലോ. ഇവനൊക്കെ അധികം നേരം ലോക്കപ്പിൽ കിടന്നാലേ സ്റ്റേഷൻ മാറും. ചത്തോ? എണീക്കടാ. സാർ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ജയിലിലെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. അങ്ങനെ ഇതും പൊളിഞ്ഞു. ഇൻഡിപെൻഡൻസ് ഡേ ഗംഭീരാക്കാനാണോ പരിപാടി? പിന്നെ അല്ലാണ്ട് ഞാൻ വന്നിട്ട് ആദ്യത്തെ ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ, നമുക്ക് അടിച്ചു പൊളിച്ചേക്കാം.